Hello students, welcome to Disha Academy. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പ് ഡിയുടെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണല്ലേ. അപ്പം അതിൽ തന്നെ സയൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ സയൻസിൽ ബയോളജിയിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്, സ്കിന്നൊക്കെ വരുന്നത്. അപ്പം 5 സെൻസ് ഓർഗൻസ് ആണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ണ്, അതിൻ്റെ സ്ട്രക്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഓക്കെ, ഐൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കണ്ണിന് എത്ര ലെയേഴ്സ് ഉണ്ട്, ഫങ്ഷൻസ്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഐബോൾ. നിങ്ങൾ ഈ പടം കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐബോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 ലെയേഴ്സുകളാണ് ഉള്ളത്. ഇവിടെ ഈ പടത്തിൽ തന്നെ നല്ല പല കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നോക്കിയേ, ഔട്ടർ മോസ്റ്റ് ലെയർ കണ്ടോ? ഏറ്റവും ഔട്ടർ മോസ്റ്റ് പുറമേ ഉള്ള ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്ലീറ എന്ന് പറയുന്നത്. ഇനി സ്ക്ലീറ കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയായിട്ട് വീണ്ടും ഒരു ലെയർ കാണാം. ആ ലെയറിനെ പറയുന്ന പേരാണ് കൊറോയിഡ്. ഓക്കെ, കൊറോയിഡ്. ഇനി ഏറ്റവും ഉള്ളിലുള്ള ലെയർ, ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ, അതിനെ പറയുന്ന പേരാണ് റെറ്റിന. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണിൽ ഉള്ള 3 ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ടർ മോസ്റ്റിലുള്ളത് ഏതാണ്? സ്ക്ലീറ കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ഉള്ളിലുള്ളത് കൊറോയിഡിന് ഉള്ളിലുള്ളത് ഏതാണ്? റെറ്റിന. ഇങ്ങനെ 3 ലെയേഴ്സാണ് നമ്മുടെ ഐയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇതിൽ തന്നെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള സ്ക്ലീറ, ഈ നീല കളറിൽ നിങ്ങൾ കാണുന്നതാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള സ്ക്ലീറ. ഓക്കെ, അപ്പം അത് പടത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് കൊടുത്തേക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ ഇത് ഒറിജിനലി ഫ്രണ്ടിൽ വന്നിട്ട് എന്താണ്, കുറച്ച് ബൾജ് ചെയ്തിട്ട് ഇരിപ്പുണ്ട്. ആരാണ്? നമ്മുടെ സ്ക്ലീറ. ആ ബൾജ് ചെയ്തിരിക്കുമ്പോൾ അതിനെ പറയുന്നത് നമ്മൾ എന്താണ്? കോർണിയ എന്നാണ് പറയുന്നത്. മാത്രമല്ല, അത് ബൾജ് ചെയ്ത് വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കണ്ണിലെ വെള്ള വൈറ്റ് ആയിട്ടിരിക്കുന്നത് അതെന്താണ്? കോർണിയാണ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ കണ്ണ് മാറ്റി വെക്കുന്നു എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ എന്താണ്? കോർണിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്നത്. ഓക്കെ, അപ്പം സ്ക്ലീറയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രണ്ടിൽ വന്നിട്ട്, കണ്ണിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വന്നിട്ട് എന്ത് ചെയ്തിട്ട് ബൾജ് ചെയ്ത് പുറത്തോട്ട് കുറച്ച് ബൾജ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിന് പറയുന്നത് എന്താണ്? നമ്മൾ കോർണിയ എന്ന് പറയും. കോർണിയ. ഓക്കെ, അപ്പം സ്ക്ലീറയായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ഓർത്തിരിക്കാം. ഇത് പുറമേ ഉള്ള ലെയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താണ്, കുറച്ച് തിക്കായിട്ടുള്ള ടഫായിട്ടുള്ള ലെയർ ആയിരിക്കും ഏതെന്ന് പറയുന്നത്? സ്ക്ലീറ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ലെയറാണ് നമ്മൾ പറയുന്നത്. ഏതാണ്? കൊറോയിഡ് ഇതിൽ റെഡ് കളറായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം ഈ കൊറോയിഡിൽ നിറച്ചും എന്താണ്? ബ്ലഡ് വെസൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കണ്ണിന് വേണ്ടുന്ന പോഷകങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടെത്തിക്കുന്നത് ഈ ഒരു ബ്ലഡ് വെസൽസ് വഴി, ഈ ഒരു ലെയർ ത്രൂ ആണ് കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല, ഈ ഒരു ലെയർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നോക്കിയേ, ഇത് ഫ്രണ്ടിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിരിപ്പുണ്ട്. ഓക്കെ, ഒരു വലുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താഴെ നിങ്ങൾക്ക് കാണാം ഒരു വലുതായിട്ടും പിന്നെ എന്താണ്, ഒരു ചെറുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിപ്പുണ്ട്. ഓക്കെ, അപ്പം ഈ ചെറുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇരിക്കുന്ന ഈ ഒരു പോർഷനെ നമ്മൾ പറയുന്നതാണ് സീലിയറി ബോഡി. ഇതിനെ നമ്മൾ പറയും സീലിയറി ബോഡി. ഓക്കെ, അവിടെ നിന്ന് തന്നെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ലിഗമെൻറ്റ്സ്. നോക്കേ, സസ്പെൻസറി ലിഗമെൻറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിലാണ് എന്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? നമ്മുടെ കണ്ണിലെ ലെൻസ്. നിങ്ങൾ ലെൻസ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ലെൻസ്, കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കണ്ണിൻ്റെ ലെൻസിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നോക്കിയേ, നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് എന്താണ്? ഇതെന്ത് ഷേപ്പാണ്? കോൺവെക്സ് ഷേപ്പാണ്. ഇതെന്താണ്? ഇത് കോൺകേവ് ലെൻസാണ്. ഇതെന്താണ്? ഇത് കോൺവെക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണിലുള്ള ലെൻസ്, നമ്മുടെ സ്വന്തം ലെൻസ് എന്താണ്? ബൈ കോൺവെക്സ് ലെൻസ് ആണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബൈ കോൺവെക്സ് ലെൻസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? കൊറോയിഡ് വന്നിട്ട് കണ്ണിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 2ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ആ ചെറുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതിനെ നമ്മൾ സീലിയറി ബോഡി. ഓക്കെ, പിന്നെ അവിടെ നമുക്ക് കാണുന്നുണ്ട് സസ്പെൻസറി ലിഗമെൻറ്റ്സ് കാണുന്നുണ്ട്. ആ ലിഗമെൻറ്റ്സിൽ അറ്റാച്ച് ചെയ്തിട്ട് എന്തുണ്ട്? നമ്മുടെ കണ്ണിലെ ലെൻസ് ഉണ്ട്. ഈ ലെൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ലെൻസാണ്? ബൈ കോൺവെക്സ് ലെൻസാണ് നമുക്കുള്ളത്.
ഓക്കെ, ഇനി ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രണ്ടാമത്തെ ലെയറാണ് ആരാണ്? കൊറോയിഡ് ലെയർ. ഈ കൊറോയിഡ് ലെയർ ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ച് വലുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു സർക്കുലർ ഓപ്പണിങ്, ഇതൊരു സർക്കുലർ ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു സ്പേസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ ലെൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു സ്പേസ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് സത്യത്തിൽ ഒരു സർക്കുലർ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്യൂപ്പിളാണ് തീരുമാനിക്കുന്ന എത്ര എമൗണ്ട് ലൈറ്റ് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലോട്ട് കയറണം. ആ ഒരു എത്ര എമൗണ്ട് ലൈറ്റ് ഉള്ളിലോട്ട് കയറുന്നുണ്ടോ എന്ന് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ പ്യൂപ്പിളാണ്. ഓക്കെ, അപ്പം അത് ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. എന്താണ്, ഇപ്പോൾ നമ്മുടെ കണ്ണിലോട്ട് അത്യാവശ്യം നല്ല ഒരു വെട്ടം അടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഹോൾ എന്ത് ചെയ്യും? ഇത് ചെറുതാവും. ഓക്കെ, ഒരു കുറച്ച് എമൗണ്ട് ലൈറ്റ് പെട്ടെന്ന് വന്നിട്ട് ഹ്യൂജ് എമൗണ്ട് ലൈറ്റ് അടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്യൂപ്പിള് ചെറുതാവും. ഇനി കുറച്ച് ഇരുട്ടാണെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുന്നത്? ഈ പ്യൂപ്പിൾ എന്ത് ചെയ്യും? നമ്മൾ ഇരുട്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാണണമല്ലേ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കണ്ണ് എന്ത് ചെയ്യും? കുറച്ചുകൂടെ നമ്മളൊന്ന് സ്ട്രെസ് ചെയ്യും. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ആ ഒരു പ്യൂപ്പിൾ എന്ത് ചെയ്യും? ഡൈലേറ്റ് ചെയ്യും. അപ്പോൾ ഭയങ്കരമായിട്ട് ലൈറ്റ് വന്ന് അടിച്ചാൽ പ്യൂപ്പിൾ ചെറുതാവും. അല്ല, നമുക്ക് ഇരുട്ടുള്ളപ്പോൾ കുറച്ചുകൂടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ലൈറ്റ് എത്ര എമൗണ്ട് ഉള്ളിലോട്ട് കയറണം എന്ന് പറഞ്ഞിട്ട് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പ്യൂപ്പിളാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ആ പ്യൂപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് എക്സ്റ്റൻഷൻ്റെ ഇടയിലുള്ള ഒരു ഓപ്പണിങ് സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്യൂപ്പിൾ. ഇനി ആ രണ്ട് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു, ആ എക്സ്റ്റൻഷനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഐറിസ്. ആ ഒരു കൊറോയിഡ് ലെയറിൻ്റെ തന്നെ ആ വലിയ എക്സ്റ്റൻഷൻ, അതിനെ പറയുന്ന പേരാണ് ഐറിസ്. ഐറിസിൻ്റെ ഇടയിലുള്ള ഈ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഐറിസ് ആണ് നമ്മുടെ കണ്ണിലിപ്പം നിങ്ങൾക്കറിയാം, ബ്രൗൺ ഐസ് ഉള്ളവരുണ്ട്, ബ്ലാക്ക് ഐസ്, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ പല. അപ്പം ആ പല കളറിൽ സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ഐറിസാണ്. ഈ ഐറിസാണ് നമ്മുടെ എന്താണ്? പല കളറിലായിട്ട് കാണപ്പെടുന്നത്. പ്യൂപ്പിളാണ് നമ്മുടെ കൃഷ്ണമണിയായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. എന്താണ്? ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ്? സ്ക്ലീറ. അതിനുശേഷം ഉള്ള ലെയർ ഏതാണ്? കൊറോയിഡ്. അതിനും ഉള്ളിലുള്ള ഏറ്റവും കണ്ണിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആണ് ഏതെന്ന് പറയുന്നത്? റെറ്റിന എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ സ്ക്ലീറയെ പറ്റി ഞാൻ പറഞ്ഞു. എന്താണ്? ഫ്രണ്ടിൽ വന്നിട്ട് ബൾജ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറയുന്നത് എന്താണ്? കോർണിയ എന്നാണ് പറയുന്നത്. വൈറ്റ് കളറിലാണ്. ഓക്കെ, പിന്നെ അതിനും താഴെയുള്ളത് കൊറോയിഡിന് രണ്ടായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. വലിയ എക്സ്റ്റൻഷനെ പറയുന്നതാണ് ഐറിസ്. രണ്ട് ഐറിസിൻ്റെ ഇടയിലുള്ള ഓപ്പണിങ്, ആ ഒരു സ്പേസിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എന്താണ്? ലെൻസ് ഇവിടെ അറ്റാച്ച്ഡ് ആണ്. ആ ലെൻസിനെ പറയുന്ന പേര് എന്ത് ലെൻസാണ്? കോൺവെക്സ് ലെൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി പറയാനുള്ളത് ഇന്നർ മോസ്റ്റ് ലെയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്താണ്? ദ വോൾ ഓഫ് ഐബോൾ ഈസ് കമ്പോസ്ഡ് ഓഫ് 3 കോൺസെൻട്രിക് ലെയേഴ്സ്. 3 കോൺസെൻട്രിക് ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ സ്ക്ലീറോട്ടിക് ലെയർ, മിഡിൽ കൊറോയിഡ് ലെയർ, ഇന്നർ റെറ്റിന. ഓക്കെ, ആദ്യത്തേത് ഏതാണ്? സ്ക്ലീറോട്ടിക് ലെയർ അല്ലെങ്കിൽ സ്ക്ലീറ എന്ന് നമ്മൾ പറയും. ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടഫ് ഫൈബ്രസ് ടിഷ്യൂ ആൻഡ് ഈസ് വൈറ്റ്. അത്യാവശ്യം കട്ടിയുള്ള ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടിട്ടാണ്. അത് മാത്രമല്ല, അത് വൈറ്റ് കളറാണ്. ഇപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് തന്നെ സെൻറ്റൻസ് ആക്കി കൊടുത്തേക്കുവാണ്. Okay, the white portion on the front of the eye is in the sclerotic layer. എന്ന് വെച്ചാൽ ആ വൈറ്റ് പോർഷൻ ഫ്രണ്ടിൽ ഫോം ചെയ്തിരിക്കുന്നത് എന്താണ്? സ്ക്ലീറോട്ടിക് ലെയറിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. സ്ക്ലീറോട്ടിക് ലെയർ തന്നെയാണ്. അത് എന്താണ്? ഇറ്റ് ബൾജസ് ഔട്ട് ആൻഡ് ബിക്കംസ് ട്രാൻസ്പെറൻറ്റ് ഇൻ ദ ഫ്രണ്ട് റീജിയൻ വെയർ ഇറ്റ് കവേഴ്സ് ദ കളർ പാർട്ട് ഓഫ് ദ ഐ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എന്താണ്? കോർണിയ. നമ്മുടെ കളേർഡ് പാർട്ട് ഓഫ് ഐനെ കവർ ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആ എന്താണ്? ഐറിസ്. ഓക്കെ, അതിനും ഫ്രണ്ടിലായിട്ടിരിക്കുകയാണ് എന്തെന്ന് പറയുന്നത്? കോർണിയ എന്ന് പറയുന്നത്. കോർണിയാണ് വൈറ്റ് കളറിലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം സ്ക്ലീറയിൽ നിന്നും ഫോം ചെയ്ത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? കോർണിയ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞത് എന്താണ്? കൊറോയിഡ് ലെയർ നമ്മൾ പറഞ്ഞു.
കൊറോയിഡ് ലെയർ എന്താണ്? നിറച്ചും ബ്ലഡ് വെസൽസ്. ഈ സപ്ലൈഡ് വിത്ത് ബ്ലഡ് വെസൽസ് ഫോർ പ്രൊവൈഡിങ് നറിഷ്മെൻറ്റ് ടു ദ ഓർഗൻ. ആ ഒരു ഓർഗൻ നമ്മുടെ കണ്ണിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു കൊറോയിഡ് ലെയറിൽ നിറച്ചും എന്തുണ്ട്? ബ്ലഡ് വെസൽസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? കൊറോയിഡ് എക്സ്പാൻഡ്സ് ടു ഫോം സീലിയറി ബോഡി ഫോം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ദ സ്മൂത്ത് മസിൽസ് ഇൻ ദ സീലിയറി ബോഡി അൾട്ടർ ദ ഷേപ്പ് ഓഫ് ലെൻസ്. അപ്പോൾ സീലിയറി ബോഡിയിൽ എന്തുണ്ട്? സ്മൂത്ത് മസിൽസ് ഉണ്ട്. അത് നമ്മുടെ ലെൻസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്. നമ്മുടെ ലെൻസ് എങ്ങനെയാണ്? ഫ്ലെക്സിബിളാണ്. വയസ്സാവും തോറും ഈ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ലെൻസ് ഫ്ലെക്സിബിളാണ്. അതിൻ്റെ ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? ഈ സീലറി ബോഡിയിലുള്ള മസിൽസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ദ ഐറിസ് ഈസ് ഓൾസോ എക്സ്റ്റൻഷൻ ഓഫ് കൊറോയിഡ്. കൊറോയിഡ് തന്നെ ഒരു എക്സ്റ്റൻഷനാണ് ഐറിസ് എന്ന് പറയുന്നത്. പാർഷ്യലി കവറിങ് ദ ലെൻസ് എന്ന് വെച്ചാൽ ലെൻസിനെ പാർഷ്യലി കവർ ചെയ്യും, മൊത്തത്തിൽ കവർ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ലീവിങ് എ സർക്കുലർ ഓപ്പണിംഗ് ഇൻ ദ സെൻറ്റർ കോൾഡ് പ്യൂപ്പിൾ. അല്ലെങ്കിൽ സർക്കുലർ ഓപ്പണിംഗ് ഓഫ് ദ സെൻറ്റർ ദ പ്യൂപ്പിൾ. എന്താണ് പ്യൂപ്പിൾ? അപ്പം ആ ഒരു ഓപ്പണിങ്ങിനെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ ദ ബ്ലൂ, ബ്രൗൺ, ബ്ലാക്ക് ഇങ്ങനത്തെ നമ്മുടെ കണ്ണിലുള്ള കളേഴ്സ് എല്ലാം കാണുന്നത് ആക്ച്വലി എന്താണ്? ഐറിസിനെയാണ് നമ്മൾ പല കളറായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ് സെൻറ്റൻസ് ആക്കി കൊടുത്തേക്കുവാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇന്നർമോസ്റ്റ് ലെയർ. ഇന്നർമോസ്റ്റ് ലെയറിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം. നോക്കിയേ, നിങ്ങളുടെ നമ്മുടെ ലെൻസ് ഈ ഒരു പിക്ചറിൽ ശ്രദ്ധിക്കുക. ഈ ഒരു ലെൻസ് ഉണ്ടല്ലോ, ഈ ലെൻസിന് പിറകെ ഒരു വലിയ ചേമ്പറുണ്ട്. ഈ ലെൻസിന് പുറകെ ആയിട്ട് ഒരു വലിയ ചേമ്പറുണ്ട്. അത് മാത്രമല്ല, ലെൻസിന് ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ ചേമ്പറും ഉണ്ട്. ഈ വലിയ ചേമ്പറിനെ പറയുന്ന പേരാണ് വിട്രിയസ് ചേമ്പർ. നോക്കിയേ, വിട്രിയസ് ചേമ്പർ. വലിയ ചേമ്പറിനെ പറയുന്ന പേരാണ് വിട്രിയസ് ചേമ്പർ. ഇനി ഈ ചെറിയ ചേമ്പർ ഉണ്ടല്ലോ, ലെൻസിന് ഫ്രണ്ടിലായിട്ടുള്ള ഈ ചെറിയ ചേമ്പർ, അതിനെ നമ്മൾ പറയുന്നത് അക്വസ് ചേമ്പർ എന്നാണ് പറയുന്നത്. അക്വസ് ചേമ്പർ. മറ്റേത് എന്താണ്? വിട്രിയസ് ചേമ്പർ. ഓക്കെ, ഇവിടെ ആൻറ്റീരിയർ ചേമ്പർ എന്നും കൊടുത്തിട്ടുണ്ട്. ആൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട് പോർഷനിലുള്ളതിനെയാണ് നമ്മൾ ആൻറ്റീരിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം രണ്ട് ചേമ്പേഴ്സാണ് നമ്മുടെ കണ്ണിനുള്ളത്, അക്വസ് ചേമ്പറും വിട്രിയസ് ചേമ്പറും. ഓക്കെ, ഈ രണ്ട് ചേമ്പറും നിറച്ചും ഫ്ലൂയിഡാണ്. ഓക്കെ, ഈ അക്വസ് ചേമ്പർ ഉണ്ടല്ലോ, അക്വസ് ചേമ്പറിൽ കുറച്ചുകൂടെ വെള്ളം കണക്കിരിക്കുന്ന ഫ്ലൂയിഡാണ്, വാട്ടറി ഫ്ലൂയിഡാണ് അക്വസ് ചേമ്പറിലുള്ളത്. ഓക്കെ, നമ്മുടെ കണ്ണ് നിങ്ങൾക്കറിയാം, നമ്മുടെ കണ്ണിൽ എപ്പോഴും ഒരു നനവുണ്ട് അല്ലേ, ഒരു മോയിസ്ചർ. ആ നനവ് അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, ആ നിലനിർത്താൻ നമ്മൾ സഹായിക്കുന്നത് ഏതാണ്? ഈ അക്വസ് ചേമ്പറിലുള്ള ആ ഒരു ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് അക്വസ് ഹ്യൂമർ. ഓക്കെ, അപ്പോൾ ഈ അക്വസ് ഹ്യൂമർ ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ കണ്ണിന് എപ്പോഴും ഒരു നനവ് നമുക്ക് കിട്ടുന്നത്, എപ്പോഴും കണ്ണ് മോയിസ്ചറായിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു വലിയ ചേമ്പറാണ് ഏതെന്ന് പറയുന്നത്? വിട്രിയസ് ചേമ്പർ. അതിൻ്റെ അകത്തും എന്താണ്? നിറച്ചും ഫ്ലൂയിഡാണ്. പക്ഷേ ഇവിടെ എന്താണ്? വെള്ളം കണക്കിരിക്കുന്ന ഫ്ലൂയിഡ് അല്ല ഇവിടെ ഉള്ളത്, കുറച്ചുകൂടെ ഒന്ന് ജെല്ലി പോലെ ഇരിക്കുന്ന ഫ്ലൂയിഡാണ് എവിടെ ഉള്ളത്? വിട്രിയസ് ചേമ്പറിലുള്ളത്. ഈ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. HUMOR. ഓക്കെ, വിട്രിയസ് ഹ്യൂമർ. ഓക്കെ, അപ്പം രണ്ട് ചേമ്പേഴ്സ് ഉണ്ട്, വിട്രിയസ് ചേമ്പർ, അക്വസ് ചേമ്പർ. അക്വസ് ചേമ്പറിൽ എന്താണ്? കുറച്ച് വെള്ളം കണക്കിരിക്കുന്ന, വാട്ടറി കണക്കിരിക്കുന്ന ഫ്ലൂയിഡാണ്. നമ്മുടെ കണ്ണ് എപ്പോഴും ഒരു മോയിസ്ചർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ആ വലിയ ചേമ്പറിന് നമ്മൾ പറയുന്നത് എന്താണ്? വിട്രിയസ് ചേമ്പർ. അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ജെല്ലി പോലെ ഇരിക്കുന്ന ഫ്ലൂയിഡാണ്. അതിനെ പറയുന്ന പേരെന്താണ്? വിട്രിയസ് ഹ്യൂമർ എന്ന് പറയും. നമ്മുടെ കണ്ണിന് ആ ഒരു ഷേപ്പ്, റൗണ്ട് ഷേപ്പ് തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഏതാണ്? ഈ വിട്രിയസ് ഹ്യൂമറാണ്. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ രണ്ട് ചേമ്പേഴ്സ് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇന്നർമോസ്റ്റ് ലെയറിനെ പറ്റിയാണ്. ഓക്കെ, ഇന്നർമോസ്റ്റ് ലെയർ ഏത് തന്നെയാണ്? റെറ്റിന തന്നെയാണ് ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഇന്നർമോസ്റ്റ് ലെയറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറയുമ്പോൾ, നമ്മുടെ കണ്ണ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കാണണോ അല്ലേ, ഒരു സെൻസ് ഓർഗനാണ്. അപ്പോൾ അത് നമുക്ക് സെൻസ് ചെയ്യണം, ലൈറ്റിനെ സെൻസ് ചെയ്യാനായിട്ട് പറ്റണം. സെൻസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ സെൻസ് ചെയ്യത്തക്ക ഉള്ള സെൻസറി സെല്ലുകൾ നമ്മുടെ കണ്ണിൽ ഉണ്ടാവണം. ഓക്കെ, ലൈറ്റിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻസറി സെല്ലുകൾ നമ്മുടെ കണ്ണിൽ ഉണ്ടാവണം. ഓക്കെ, ആ സെൻസറി സെല്ലുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ റെറ്റിനയിലാണ്. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള റെറ്റിനയിലാണ് എന്തുള്ളത്? സെൻസറി സെല്ലുകൾ ഉള്ളത്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ആ സെൻസറി സെല്ലുകൾ എന്ന് നമുക്കിനി നോക്കാം.
അപ്പം അടുത്തൊരു സ്ലൈഡിലോട്ട് ഞാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ കണ്ണിൽ 2 ടൈപ്പ് സെൻസറി സെല്ലുകളാണ് ഉള്ളത്. ആ സെല്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റോഡ് സെൽസും കോൺസും. ഏതൊക്കെയാണ്? റോഡ്സും അതുപോലെ തന്നെ കോൺസും. ആ സെൽസിൻ്റെ ഷേപ്പ് വെച്ചിട്ട് തന്നെയാണ് എന്ത് കൊടുത്തേക്കുന്നത്, ആ പേരും കൊടുത്തേക്കുന്നത്. റോഡ് സെൽസ് ആണെങ്കിൽ റോഡ്സ് പോലെ, മീൻസ് റോഡ് പോലെ ഇരിക്കും. കോൺസ് ആണെങ്കിൽ അത്യാവശ്യം കോൺ ഷേപ്പിന് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ റോഡ് സെൽസും ഉണ്ട്, കോൺ സെൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് അനുസരിച്ച് തന്നെയാണ് പേര് കൊടുത്തേക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ കണ്ണിലുള്ള സെൻസറി സെല്ലുകളാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണിലെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള റെറ്റിനയിലാണ് റോഡ്സും കോൺസും ഉള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരെയും ഫങ്ഷൻസ് രണ്ടാണ്. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇരുട്ടാവുമ്പോഴും ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാൻ പറ്റണം. അത് മാത്രമല്ല നല്ല വെട്ടമുള്ള സമയത്ത് പല കളറുകൾ കാണാനും സാധിക്കണം. ഇങ്ങനെ രണ്ടും പറ്റണം. ഇതിന് രണ്ടിനും 2 ടൈപ്പ് സെല്ലുകളാണ് ഉള്ളത്. അപ്പം ഡിം ലൈറ്റിൽ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് ആരെന്ന് പറയുന്നത്? റോഡ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇരുട്ടാവുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ചുറ്റുമുള്ളതൊക്കെ അത്യാവശ്യം കാണാൻ പറ്റണം. അത് കാണാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? റോഡ്സ് ആണ്, അല്ലെങ്കിൽ റോഡ് സെല്ലുകളാണ്. ഇനി കോൺസ് എന്താണ്? കോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വെളിച്ചമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, പല കളറുകൾ കാണാൻ സാധിക്കണം അല്ലേ? അങ്ങനെ പല കളറുകൾ കാണാൻ സാധിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് കോൺസ് ഉള്ളതുകൊണ്ടാണ്. അതെന്താണ്? ബ്രൈറ്റ് ലൈറ്റ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഡിം ലൈറ്റ് സെൻസിറ്റീവ് റോഡ്സ് ആണെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് സെൻസിറ്റീവ് ആണ് ആരെന്ന് പറയുന്നത്? കോൺസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എന്താണ്, നമുക്ക് സെൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെൽസ് ഉണ്ട്. ഈ സെൽസ് എന്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ റോഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിഗ്മെൻറ്റിനെ നമ്മൾ പറയുന്ന പേര് റോഡോപ്സിൻ. ഓക്കെ, കോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിഗ്മെൻറ്റിനെ നമ്മൾ പറയുന്നത് അയഡോപ്സിൻ എന്നാണ്. ഓക്കെ, അപ്പോൾ കോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? റോഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? റോഡോപ്സിൻ. കോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? അയഡോപ്സിൻ ആണ്. ഓക്കെ, ഈ റോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റോഡോപ്സിനെ നമ്മൾ വിഷ്വൽ പർപ്പിൾ എന്നും പറയാറുണ്ട്. വിഷ്വൽ പർപ്പിൾ. ഓക്കെ, അപ്പം 2 തരത്തിലുള്ള സെല്ലുകളുണ്ട്. ഒരാൾ ഡിം ലൈറ്റ് സെൻസിറ്റീവ് റോഡ്സ്, മറ്റൊരാൾ ബ്രൈറ്റ് ലൈറ്റ് സെൻസിറ്റീവ് കോൺസ്. ഇനി റോഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റോഡോപ്സിൻ, കോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയഡോപ്സിൻ. ഇനി ഇവരെവിടെയാണ് കാണപ്പെടുന്നത് അത് പറയുകയാണ്. ശ്രദ്ധിക്കുക, ഞാൻ പടം ഒന്നുകൂടെ എടുക്കാം. നോക്കിയേ, നമ്മുടെ റോഡ്സിനെ ഈ ഒരു റെറ്റിനയുടെ ഫുൾ ഏരിയയിൽ കാണാൻ പറ്റും, മൊത്തത്തിൽ കാണാൻ പറ്റും. ഫുള്ളി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ആരെന്ന് പറയുന്നത്? റോഡ്സ് അല്ലെങ്കിൽ റോഡ് സെൽസ് എന്ന് പറയുന്നത്. പക്ഷേ കോൺസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് സ്പോട്ടിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആ സ്പോട്ടാണിത്. ഈ സ്പോട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്. യെല്ലോ സ്പോട്ട്, അല്ലെങ്കിൽ ഇവിടെ വേറൊരു പേരും കൊടുത്തിട്ടുണ്ട്, ഫോവിയ മാക്യൂള എന്നും പറയും. ഓക്കെ, അപ്പം ഈ ഒരു സ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോൺസ് മാത്രമല്ല ആരുമുണ്ട്? റോഡ്സും ഉണ്ട്. കാരണം എന്താണ്? റോഡ്സ് ഫുള്ളി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്പോട്ടിൽ ആരുമുണ്ട്? റോഡ്സും ഉണ്ട്. ഇനി കോൺസ് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇവിടെ മാത്രമാണ്. അപ്പം ഈ ഒരു സ്പോട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ സെൻസറി സെല്ലുകൾ ഉള്ളത്. അപ്പോൾ ആ ഒരു സ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ കോൺസും ഒത്തിരി ഉണ്ട്, അവിടെ റോഡ്സും ഉണ്ട്. അപ്പം രണ്ടും ഏറ്റവും കൂടുതലുള്ള ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഏതാണ്? യെല്ലോ സ്പോട്ടാണ്. ഈ യെല്ലോ സ്പോട്ടിന് നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? ഫോവിയ എന്ന് പറയുന്നുണ്ട്, അതേപോലെ മാക്യൂള എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സെൻസറി സെല്ലുകളുള്ള സ്പോട്ട് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? യെല്ലോ സ്പോട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു യെല്ലോ സ്പോട്ടിൽ വന്നിട്ടാണ് കറക്റ്റ് എന്ത് ചെയ്യുന്നത്? ആ ഇമേജ് ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് വിഷൻ കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ കോൺവെക്സ് ലെൻസ്, നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഈ കോൺവെക്സ് ലെൻസ് എന്താണ് ചെയ്യുന്നത്? വരുന്ന ലൈറ്റിനെ കൺവെർജ് ചെയ്ത് ഒരു സ്പോട്ടിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഇമേജ് കറക്റ്റ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഈ യെല്ലോ സ്പോട്ടിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ യെല്ലോ സ്പോട്ടിലായിരിക്കും നമുക്ക് കറക്റ്റ് അല്ലെങ്കിൽ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള വിഷൻ കിട്ടുന്നത്. ഏതായിരിക്കും? ഈ യെല്ലോ സ്പോട്ടിലായിരിക്കും.
ഓക്കെ, അപ്പോൾ യെല്ലോ സ്പോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കുക എന്തൊക്കെയാണ് മാക്സിമം നമ്പർ ഓഫ് സെൻസറി സെല്ലുകളുള്ളത് യെല്ലോ സ്പോട്ടിലായിരിക്കും. അത് മാത്രമല്ല ഇമേജ് കറക്റ്റ് നമുക്ക് ആ ഒരു ബ്രൈറ്റ് വിഷൻ കിട്ടുന്നത് എവിടെ വീഴുമ്പോഴായിരിക്കും, ഈ യെല്ലോ സ്പോട്ടിൽ വീഴുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ കറക്റ്റ് വിഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ സെൻസ് അയച്ചു കൊടുത്ത് സൈസ് ഓഫ് പ്യൂപ്പിൾ റെഗുലേറ്റ്സ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ദ ഐ. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്യൂപ്പിളാണ് റെഗുലേറ്റ് ചെയ്യുന്ന കണ്ണിൽ എത്ര എമൗണ്ട് ലൈറ്റ് കയറണമെന്ന്. ഇനി നോക്കിയാൽ റെറ്റിന ഓർ ദ ഇന്നർമോസ്റ്റ് ലെയർ ഈസ് സെൻസിറ്റീവ് ടു ലൈറ്റ്. ലൈറ്റിന് സെൻസിറ്റീവ് ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ റെറ്റിന അല്ലെങ്കിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ റെറ്റിനയിൽ 2 തരത്തിലുള്ള സെൻസറി സെൽസ് ഉണ്ട്, റോഡ്സും കോൺസും. അപ്പോൾ റോഡ്സും കോൺസും ഞാൻ പറഞ്ഞു, അവരുടെ പിഗ്മെൻറ്റ് പറഞ്ഞു, അവരെ കാണപ്പെടുന്ന എവിടെയാണെന്നും പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഓക്കെ, എ പർട്ടിക്കുലർ സ്പോട്ട് കോൾഡ് മാക്യൂള ലൂട്ടിയെ ഓർ യെല്ലോ സ്പോട്ട് ഓർ ഫോവിയ സെൻട്രാലിസ് lies at the back of the eye almost at the center of the horizontal axis of eyeball. എന്ന് വെച്ചാൽ ഐബോളിൻ്റെ ഏകദേശം ഓക്കെ ഇവിടെ സെൻറ്റർ. ഓക്കെ, ഏകദേശം ഒരു സെൻറ്റർ കേട്ടോ. അപ്പം ആ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്പോട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ മാക്യൂള ലൂട്ടിയെ അല്ലെങ്കിൽ എന്താണ് ഫോവിയ സെൻട്രാലിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ തന്നെയാണ് മാക്സിമം നമ്പർ ഓഫ് സെൻസറി സെൽസ് കാണപ്പെടുന്നത് എവിടെയാണ്, ആ യെല്ലോ സ്പോട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് വിഷൻ അല്ലെങ്കിൽ കളർ വിഷൻ നമുക്ക് കിട്ടാൻ സാധിക്കുന്നത് എവിടെ തന്നെയാണ്, യെല്ലോ സ്പോട്ടിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കണ്ണിന് 3 ലെയേഴ്സാണുള്ളത്. ഏതൊക്കെയാണ്, സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. അതിൽ ഓരോ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു സ്പോട്ടുണ്ട്. ആ സ്പോട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു ഫിഗർ ഒന്നുകൂടെ എടുക്കുവാണേ. ഓക്കെ ഓക്കെ ഇവിടെ ഇതാണ് യെല്ലോ സ്പോട്ട്. ഇവിടെ കറക്റ്റ് വീഴുമ്പോഴാണ്, ഇമേജ് ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് വിഷൻ, ബ്രൈറ്റസ്റ്റ് വിഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് വീഴാതെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തോ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ഇവിടെയൊക്കെ വീഴാം, ഇതിൻ്റെ ഫ്രണ്ടിൽ വീഴാം, ഇതിൻ്റെ ബാക്കിൽ വീഴാം, അങ്ങനെയൊക്കെ ഇമേജ് ഫോം ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് വിഷൻ കിട്ടത്തില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്പെക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് എവിടെ കൊണ്ട് എത്തിക്കാൻ, ഈ ഒരു സ്പോട്ട് യെല്ലോ സ്പോട്ടിൽ കൊണ്ട് കറക്റ്റ് എത്തിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വിഷൻ, ബ്രൈറ്റായിട്ട് നല്ല വിഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അല്ലാതൊരു സ്പോട്ടുണ്ട്, ഈ ഒരു പോർഷനിലായിട്ട് ഒരു സ്പോട്ട്. ഈ നെർവ് ഏതാണ്, ഇത് ഒപ്റ്റിക് നെർവാണ്. നമ്മുടെ കണ്ണിലുള്ള ഒപ്റ്റിക് നെർവാണ് ഏതെന്ന് പറയുന്നത് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വഴിക്ക് ഒരു സ്പോട്ടുണ്ട്. ഈ സ്പോട്ടിൽ എത്ര ലൈറ്റ് വന്ന് വീണാലും എന്ത് സംഭവിക്കുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ലൈറ്റ് സെൻസ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇമേജോ ഫോം ചെയ്യുന്നില്ല. ഈ ഒരു സ്പോട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ബ്ലൈൻഡ് സ്പോട്ട്. ഇവിടെ എന്തില്ല, ഇവിടെ നോ വിഷൻ, പ്രത്യേകിച്ച് ഒരു വിഷനും കാര്യങ്ങളും ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ എത്ര ലൈറ്റ് വന്ന് വീണാലും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഒരു നെർവ് ഏതാണെന്ന് ഓർത്തിരിക്കുക, ഒപ്റ്റിക് നെർവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്ത നമ്മളെ ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്പെറൻറ്റ് ബൈ കോൺവെക്സ് ഒരു ക്രിസ്റ്റലൈൻ ബോഡിയാണ്, ലൊക്കേറ്റഡ് ജസ്റ്റ് ബിഹൈൻഡ് ദ പ്യൂപ്പിളിന് തൊട്ട് പിറകെ ആയിട്ട് ഇരിക്കുന്ന ബൈ കോൺവെക്സ് ലെൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ബൈ കോൺവെക്സ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, പടം വരച്ചായിരുന്നു, എന്താണ് ലൈറ്റ് വരുന്നുണ്ട്, കൺവെർജ് ചെയ്ത് ഒരു സ്പോട്ടിൽ എത്തിക്കുന്നു. ഈ സ്പോട്ട് ഏതാണ്, യെല്ലോ സ്പോട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കണ്ണിൽ നടക്കുന്ന ഈ ഫിനോമിനൻ എന്താണ്, ഈ ഫിനോമിനനാണ് എന്ത്, റിഫ്രാക്ഷൻ. ലൈറ്റ് ബെൻഡ് ചെയ്യുന്നുണ്ട്, ഇതെന്താണ്, റിഫ്രാക്ഷനാണ് നമ്മുടെ കണ്ണിൽ നടക്കുന്ന ഫിനോമിനൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലുണ്ടാകുന്ന ഇമേജ് എന്താണെന്ന് ചോദിച്ചാൽ റിയലും ഇൻവെർട്ടഡ് എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഇമേജാണ് നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യുന്നത്. നമ്മുടെ കണ്ണിൽ എന്ത് ലെൻസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ബൈ കോൺവെക്സ് ലെൻസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏതെന്ന് ചോദിച്ചാൽ ബൈ കോൺവെക്സ് ലെൻസ്. അവിടെ നടക്കുന്ന ഫിനോമിനൻ എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നടക്കുന്ന പ്രതിഭാസം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്, റിഫ്രാക്ഷൻ. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഇമേജ്, ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നുണ്ടല്ലോ, അത് ഇമേജ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. ആ ഇമേജ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താണ്, റിയലും ഇൻവെർട്ടഡും ആയിട്ടുള്ള ഇമേജാണ് നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ കണ്ണിലെ 2 ചേമ്പേഴ്സ് ഏതൊക്കെയാണ്, അക്വസ് ചേമ്പറും വിട്രിയസ് ചേമ്പറും.
ഓക്കെ, ഇനി നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡിഫക്റ്റുകൾ. നിയർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് എന്നൊക്കെ പറയുന്നത് മയോപ്പിയാണ്. മയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അടുത്തുള്ളത് കാണാൻ സാധിക്കും, പക്ഷെ ദൂരെയുള്ളത് നേരെ കാണാൻ സാധിക്കത്തില്ല. ദൂരെയുള്ളത് എന്തായിരിക്കും? കുറച്ച് ബ്ലറായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ ആ എക്സ്ട്രാ പറയുന്ന കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ നോക്കി, ഇത് നമ്മുടെ കണ്ണാണെങ്കിൽ ഇവിടെ അവൻ്റെ നെർവ് പോകുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ കണ്ണാണെങ്കിൽ ഇവിടെയാണ് കറക്റ്റ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു ഇങ്ങോട്ട് ഇല്ല പടം തന്നെ എടുക്കാം. ഓക്കെ, വരച്ച് ശരിയാക്കി. ഓക്കെ, ഈ ഒരു ഇമേജ് നോക്കുക. അപ്പം കറക്റ്റ് ഇവിടെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ബ്രൈറ്റസ്റ്റ് വിഷനെ ചില സമയത്ത് എന്ത് ചെയ്യും, അതാ ഇവിടെ ഫോം ചെയ്യും. ഈ ഒരു എന്ത് ചെയ്ത് ഇമേജ് കറക്റ്റ് എന്താണ്, ഈ ഇമേജ് കറക്റ്റ് ഇവിടെ വന്നിട്ട് ഫോം ചെയ്യും. എന്ന് വെച്ചാൽ റെറ്റിനയുടെ തൊട്ട് മുമ്പിലായിട്ട് ഫോം ചെയ്യും. ഇങ്ങനെയുള്ള കണ്ടീഷനാണ് ഏതെന്ന് പറയുന്നത് മയോപ്പിയ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അടുത്തുള്ള ഇമേജ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് കാണുന്നത് ഇമേജ് എന്താണ് കറക്റ്റ് ഈ ഒരു ഫോബിയ അല്ലെങ്കിൽ യെല്ലോ സ്പോട്ടിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. പക്ഷേ ദൂരെയുള്ള സാധനങ്ങൾ നമുക്ക് നേരെ കാണാൻ സാധിക്കത്തില്ല. അതിൻ്റെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? റെറ്റിനയുടെ തൊട്ട് മുമ്പിലാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? റെറ്റിനയുടെ ഫ്രണ്ടിലാണ്. ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിനയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതവിടെ കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം മയോപ്പിയുടെ കേസിൽ അടുത്തുള്ളതിൻ്റെ ഇമേജ് കറക്റ്റ് ഇവിടെ തന്നെയാണ് ഫോം ചെയ്യുന്നത്, അതിലൊരു സംശയമില്ല. പക്ഷെ ദൂരെയുള്ളതാണ് കാണാൻ പറ്റാത്തത്. അപ്പം ദൂരെയുള്ളതിൻ്റെ ഇമേജ് എന്താണ്? റെറ്റിനയുടെ തൊട്ട് മുമ്പിലാണ് ഫോം ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെൻസ് ഏതെന്ന് ചോദിച്ചാൽ കോൺകേവ് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള നമ്മുടെ സ്വന്തം ലെൻസ് എന്താണ്? ബൈകോൺവെക്സ് ലെൻസാണ്. പക്ഷേ മയോപ്പിയ ഉള്ളവർ കറക്ഷന് വേണ്ടിയിട്ട് എക്സ്റ്റേണലി യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസാണെന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഹൈപ്പർമെട്രോപ്പിയ. ഹൈപ്പർമെട്രോപ്പിയ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. എന്തെന്ന് വെച്ചാൽ നമുക്ക് അടുത്തുള്ള ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ഹൈപ്രോപ്പിയ എന്ന് പറയാം. ഹൈപ്പറോപ്പിയ. ഓക്കെ, ഫാർ സൈറ്റഡ്നെസ് എന്ന് വെച്ചാൽ ദൂരെയുള്ള കാണാൻ സാധിക്കും, എന്നാൽ അടുത്തുള്ളത് കാണാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ദൂരെയുള്ളതിൻ്റെ കറക്റ്റ് എവിടെ ഫോം ചെയ്യുന്നുണ്ട്? നമ്മുടെ യെല്ലോ സ്പോട്ടിൽ തന്നെ ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ അടുത്തുള്ളതിൻ്റെ കറക്റ്റ് യെല്ലോ സ്പോട്ടിലല്ല ഫോം ചെയ്യുന്നത്, അത് റെറ്റിനയുടെ പുറകെയാണ് ഫോം ചെയ്യുന്നത്. റെറ്റിനയുടെ ബാക്കിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? റെറ്റിന ഈ ഒരു ലെയറാണ്, ഇതിന് ബാക്കിലായിട്ടായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? ആ ഇമേജ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈപ്പറോപ്പിയ ഉള്ളവർ യൂസ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ കോൺവെക്സ് ലെൻസാണ്. അവരുടെ കണ്ണിലുള്ളതും കോൺവെക്സ് ലെൻസ്, അവർ കറക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതും എന്താണ്? കോൺവെക്സ് ലെൻസാണ്. ഇനി ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്? റെറ്റിനയുടെ ബിഹൈൻഡ് റെറ്റിനയാണെന്ന് ഓർത്തിരിക്കുക. ബിഹൈൻഡ് റെറ്റിന. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ. മയോപ്പിയയിൽ നമ്മൾ കറക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ലെൻസ് ഏതെന്ന് ചോദിച്ചാൽ കോൺകേവ് ലെൻസും, ഹൈപ്പർമെട്രോപ്പിയയിൽ നമ്മൾ കറക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസും ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്തത് നോക്കിയേ, അസ്റ്റിഗ്മാറ്റിസം എന്താണ്? അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏകദേശം ഇത്രയും ഫുൾ ഒരു ആംഗിളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ആംഗിളിൽ നമുക്ക് ഇത്രയും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും ഇത്രയും ആംഗിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അസ്റ്റിഗ്മാറ്റിസം ഉള്ളവർക്ക് ഈ ഒരു ഫുൾ ആംഗിൾ കാണാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ ഇത്ര പോർഷൻസേ കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇത്രയും ഒരു ഫുൾ ഓബ്ജക്റ്റിൻ്റെ ഇത്ര പോർഷൻസ് മാത്രമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ സാധിക്കുന്നത്. കുറച്ച് പോർഷൻസ് കാണാൻ സാധിക്കത്തില്ല, ബ്ലറായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത്? അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. അത് നമ്മുടെ കോർണിയയിൽ കർവേച്ചറിൽ കൊണ്ടാവുന്ന വ്യത്യാസം കൊണ്ടിട്ടാവാം. ചിലപ്പം ജന്മന ഉള്ളതായിരിക്കും, ചിലപ്പോൾ ആക്സിഡൻറ്റോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൊണ്ടിട്ട് കർവേച്ചറിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇങ്ങനെ അസ്റ്റിഗ്മാറ്റിസം ഉള്ളവർ യൂസ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ കറക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സിലിണ്ടറിക്കൽ ലെൻസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിലിണ്ടറിക്കൽ ലെൻസാണ് അസ്റ്റിഗ്മാറ്റിസം ഉള്ളവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത നോക്കിയേ,
പ്രസ്ബയോപ്പിയ കൂടുതലും കാണപ്പെടുന്നത് വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എന്താണ് അടുത്തുള്ള ഒബ്ജക്ട്സ് കാണാനുള്ള തീരെ ബുദ്ധിമുട്ട്. അതെന്തോ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ ലെൻസാണ് പ്രായമാവും തോറും എന്ത് സംഭവിക്കും, ലെൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പം ഇവർക്ക് അടുത്തുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഓബ്ജക്റ്റ് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കത്തില്ല. ഓൾഡർ പീപ്പിളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏത് പ്രസ്ബയോപ്പിയ. ഓക്കെ, ഇവർക്ക് കറക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബൈഫോക്കൽ ലെൻസാണ്. ഓക്കെ, അപ്പം ഇവർക്ക് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ, ഒരു കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ബൈഫോക്കൽ ലെൻസാണ് ആർക്ക് യൂസ് ചെയ്യുന്നത്, വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന പ്രസ്ബയോപ്പിയയ്ക്ക് കറക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ കാറ്ററാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലെൻസ് ഒപ്പേക്കായി മാറുന്ന സിറ്റുവേഷനാണ്. എന്ന് വെച്ചാൽ ലെൻസിൻ്റെ മുമ്പിലായിട്ട് എന്താണ് ക്ലൗഡി പോലെ ഫോം ചെയ്തിട്ട് കണ്ണിങ്ങനെ എന്താണ് ക്ലൗഡ് പോലെ ഇങ്ങനെ കണ്ണിൽ കൂടെ കാണാനായിട്ട് സാധിക്കും. അത് പയ്യെ മങ്ങി എന്താണ് ടോട്ടൽ ബ്ലൈൻഡ്നെസ് വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കേസിലൊക്കെ സാധാരണ കറക്ഷന് വേണ്ടിയിട്ട് എന്താണ് സർജറിയാണ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ലെൻസൊക്കെ ഘടിപ്പിക്കാറുണ്ട്. അപ്പം സാധാരണ കറക്ഷൻ എന്താണ് സർജറിയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത നോക്കി നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താണ്, ആ ചെറിയ ഒരു നമ്മളെ ലൈറ്റ് ഡിമ്മായി തുടങ്ങുമ്പോൾ ചുറ്റുമുള്ള കാണാൻ പറ്റാത്ത ഒരവസ്ഥ. നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റുമല്ലോ, പക്ഷേ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും, വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇനി വിറ്റാമിൻ എ ഉണ്ടെങ്കിലേ ആരുണ്ടാവുള്ളൂ, റോഡ് സെൽസ് അല്ലെങ്കിൽ റോഡ് സെൽസ് ഉണ്ടാക്കുന്ന പിഗ്മെൻ്റ് ഉണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിഗ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് റോഡോപ്സിൻ. ഓക്കെ, അപ്പോൾ ഈ റോഡോപ്സിൻ കറക്റ്റ് രീതിയിൽ പ്രൊഡ്യൂസ് ആവണമെങ്കിൽ ആര് വേണം, വിറ്റാമിൻ എ വേണം. അപ്പോൾ വിറ്റാമിൻ എ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ എന്തുണ്ടാവത്തില്ല, റോഡോപ്സിൻ ഉണ്ടാവത്തില്ല. റോഡോപ്സിൻ അല്ലേ ഡിം ലൈറ്റ് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ ഒത്തിരി ഇരുട്ടാകുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ റോഡോപ്സിൻ കുറയും. അതുവഴി വരുന്നതാണ് എന്തെന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. ഓക്കെ, അടുത്ത നോക്കിയേ കളർ ബ്ലൈൻഡ്നെസ് ജന്മനാ വരുന്നതാണ് കൂടുതലും. അതെന്താണ്, റെഡും ഗ്രീനും തിരിച്ചറിയാൻ പറ്റാത്തതാണ് എന്തെന്ന് പറയുന്നത് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മളിന്ന് നോക്കിയത്. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്, നമ്മുടെ കണ്ണിൻ്റെ സ്ട്രക്ചർ 3 ലെയേഴ്സാണുള്ളത്, സ്ക്ലീറ, റെറ്റിന, കൊറോയിഡ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട് പാർട്സ് എല്ലാം നമ്മൾ പറഞ്ഞു. ലെൻസ് പറഞ്ഞു, ഐറിസ്, കോർണിയ, നമ്മുടെ കണ്ണിലുള്ള ചേമ്പേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞു. നമ്മുടെ കണ്ണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെൻസറി സെൽസ് ഉണ്ട്, റോഡ്സ് റിലീസ് ചെയ്യുന്ന റോഡോപ്സിൻ, കോൺസ് റിലീസ് ചെയ്യുന്ന ഐഡോപ്സിൻ. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് സെൻസറി സെൽസ് ഉള്ളത് എവിടെയാണ്, യെല്ലോ സ്പോട്ടിലാണ് അല്ലെങ്കിൽ ഫോവിയയിലാണ്. ഓക്കെ, അവിടെയാണ് കറക്റ്റ് ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള വിഷൻ നടക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രത്യേകിച്ച് ഒരു വിഷനും ഉണ്ടാവാത്തതാണ് എന്തെന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏതാണ്, ബൈകോൺവെക്സ് ലെൻസാണ്. കണ്ണിൽ നടക്കുന്ന ഫിനോമിനൻ റിഫ്രാക്ഷൻ ആണ് ഉണ്ടാകുന്ന ഇമേജ് എപ്പോഴും റിയലും ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജുമാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഡിഫക്റ്റുകളാണ് പറഞ്ഞത്. മയോപ്പിയ ഉള്ളവരുടെ കേസിൽ കറക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, കോൺകേവ് ലെൻസാണ്. ഹൈപ്പർ മെട്രോപ്പിയയിലോ അല്ലെങ്കിൽ ഹൈപ്രോപ്പിയയിൽ യൂസ് ചെയ്യുന്ന എന്താണ് മയോപ്പിയയിൽ യൂസ് ചെയ്യുന്ന ഏതാണ്, മയോപ്പിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺകേവ് ലെൻസാണ്. അതേപോലെ തന്നെ ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ഹൈപ്രോപ്പിയയിൽ യൂസ് ചെയ്യുന്ന ഏതാണ്, കോൺവെക്സ് ലെൻസാണ്. കണ്ണിലുള്ളതും കോൺവെക്സ്, കറക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും കോൺവെക്സ്. മയോപ്പിയയിലാണെങ്കിലോ നമ്മുടെ കണ്ണിലുള്ളത് കോൺവെക്സും പുറമേ നമ്മൾ എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നത് ഏതാണ്, കോൺകേവ് ലെൻസുമാണ്. അസ്റ്റിഗ്മാറ്റിസത്തിനാണെങ്കിൽ സിലിണ്ടറിക്കൽ ലെൻസസ്, പ്രസ്ബയോപ്പിയയിൽ ബൈഫോക്കൽ ലെൻസും, കാറ്ററാക്റ്റിൽ എന്താണ് സാധാരണ സർജറീസ് കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചിട്ട് വരിക. അപ്പം നമുക്കിനി എന്താണ് ഇതിൻ്റെ ബാക്കി ക്ലാസ്സസൊക്കെ എന്താണ്, നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓൺലൈൻ ക്ലാസ്സസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പം ഇതിൻ്റെ എന്താണ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആപ്പിൽ അവൈലബിൾ ആണ്.
ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അത്യാവശ്യം ടൈമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ടൈം ടേബിളൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്ത് ടോപ്പിക് വൈസ് ആയിട്ട് എല്ലാം പഠിച്ച് തീർത്ത് എല്ലാം നല്ല വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ടൈമൊന്നും കളയാതെ. അപ്പം നമുക്ക് അടുത്ത ഇനി ഒരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓക്കെ, ഹാപ്പി ലേണിംഗ്. താങ്ക് യു.